വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കുഞ്ഞിനെയും കൊണ്ട് ശാന്തയാണെങ്കിൽ ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട്. അന്നേരം എങ്ങനെ രാജേന്ദ്രന് കൊടുക്കുമെന്നുള്ള ചിന്തയിലാണ്. അതേസമയം ഉമ്മർത്താണെങ്കിൽ രാഘവൻ നായരും പിള്ളയും കൂടിയുണ്ട്. പിള്ളയാണെങ്കിൽ ഈ കൊച്ചിനെ ഒഴിവാക്കുന്ന കാര്യം എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ ഉള്ള രീതിക്ക് തന്നെയാണ്. അന്നേരം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പൊന്നി വന്ന് പിന്നെ ശാന്തയുടെ നിന്ന് കുഞ്ഞിനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്, തലോലിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ശാന്തയിൽ ആകെ ടെൻഷനിലാണ്. അന്നേരം പൊന്നി തിരക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല എന്നിങ്ങനെ ശാന്ത പറയുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ കുട്ടികളെ കൊണ്ട് സത്യയെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അന്നേരം സത്യയാണെങ്കിൽ ഓടി അച്ഛാന്ന് പറഞ്ഞ് വരികയാണ്. എന്നിട്ട് കയ്യിലിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞാവയ്ക്കുണ്ടി വാങ്ങിച്ചാണെന്ന് പറയുമ്പോൾ പിള്ളയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ്. രാഘവൻ നായർ ഇങ്ങനെ പിള്ളയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പപ്പി എവിടെയും ചോദിക്കുമ്പോൾ വഴിക്ക് വെച്ച് രോഹിത്തിനെ കണ്ടു, രണ്ടുപേരും കൂടി വരുന്നുണ്ട് എന്ന് ശിവൻ പറയുകയാണ്. തുടർന്ന് സത്യയാണെങ്കിൽ കളിപ്പാട്ടങ്ങളെല്ലാം കൂടി കൊണ്ടുചെന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ്. പൊന്നിയും ശാന്തയും കൂടി ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഓരോന്നോരോന്നായി നീട്ടുന്നുണ്ട്. ചേച്ചിമാർ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ പപ്പിയുടെ കാര്യവും പൊന്നി അന്വേഷിക്കുന്നുണ്ട്. അന്നേരം പിന്നെ രാഘവൻ നായർ കുഞ്ഞിനെയൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, യൂണിഫോം മാറുമെന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ മാറാ അച്ഛാ, ചുമ്മാ ഇരുന്നേന്നൊക്കെ സത്യ പറയുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, പിന്നെ സത്യയ്ക്കും പപ്പിക്കും വാങ്ങിച്ച ഒരുപാട് കളിപ്പാട്ടം ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ ഇതൊക്കെ എന്തിനാണ്? അന്നേരം ശിവൻ പറയുന്നത്, കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അവർ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നില്ല, ഇതൊക്കെ കാണുന്നത് തന്നെ വലിയ സന്തോഷമാണെന്ന് പറയുമ്പോൾ പിള്ളയ്ക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. എന്നിട്ട് ശിവൻ അങ്ങോട്ട് ചെന്നിട്ട് കുഞ്ഞിനെ എടുക്കുകയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുകയാണ്. അതൊക്കെ സത്യം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അവിടെ ഹോസ്പിറ്റലിൽ ശാരികയുടെ കൂടെ തന്നെ ശാലിനിയുണ്ട്. കഞ്ഞിയൊക്കെ ഇങ്ങനെ കോരി കൊടുക്കുകയാണ്. അന്നേരം അതൊക്കെ ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞിനെ കാണണമെന്നിങ്ങനെ ശാരിക പറയുമ്പോൾ അതൊക്കെ ശരിയാക്കാമെന്നും ശാലിനിയുടെ വിഷമങ്ങളും ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതും പിന്നെ അവിടെ റൂമിൽ ശാലിനിയുടെ റൂമിലാണെങ്കിൽ വീണ്ടും ശാന്ത രാത്രി സമയം തന്നെയാണ് കാണിക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, എങ്ങനെ കുഞ്ഞിനെ കൊടുക്കുമെന്നുള്ള രീതിക്ക്. അന്നേരം രാജേന്ദ്രൻ വിളിക്കുന്നുണ്ട്. അന്നേരം എങ്ങനെ തരും എന്നുള്ള രീതിക്ക് ശാന്ത തിരിച്ച് സംസാരിക്കുകയാണ്. അന്നേരം തന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, കുഞ്ഞിനെ കൊണ്ടുവരും, നിൻ്റെ വായിൽ തുണി തിരികെ കയറ്റിയിട്ട് ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരും, മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുത്ത് തരണമെന്നൊക്കെ ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. ശാന്ത ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. അന്നേരം പൊന്നി റൂമിലേക്ക് വരുന്നുണ്ട്. ഞാൻ പിന്നെ ശാന്തയെ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും, പാലെടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പൊന്നി താഴേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന രാത്രി തന്നെയാണ് കാണിക്കുന്നത്. അവിടെ മൂർത്തിയുടെ വീടാണ്. അരുണയും മൂർത്തിയും കൂടി ഇങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഒരു സംസാരിച്ച് കഷ്ടപ്പാടൊക്കെ മാറും, എല്ലാവർക്കും ശരിയാവുന്നൊക്കെ ഇങ്ങനെ അരുണ പറയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കറണ്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം അതിനെ കൂടി ഇരുട്ടിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്, പറഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അമ്മ ഇങ്ങനെ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് വരികയാണ്. അന്നേരം സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് ഇങ്ങോട്ടത്തേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. ഈ സമയത്ത് അച്ഛനാണെങ്കിൽ ഉമ്മറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, കറണ്ടില്ല അവരുടെ വീട്ടിൽ. ഈ സമയത്ത് ഈ തിരുമേനിയാണെങ്കിൽ ഇങ്ങനെ കാറിൽ വരുന്നുണ്ട്. അന്നേരം ഇരുട്ട് ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ നീങ്ങി ഒരു വെളിച്ചം ഇവിടത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ കറണ്ട് വരികയാണ്. അന്നേരം ഈ അച്ഛനാണെങ്കിൽ ആകപ്പാടെയും കൂടി സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ആ മെഴുകുതിരിയൊക്കെ ഊതി കെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറുകയാണ്, മൂർത്തി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചോളൂ, അതിൻ്റെ സൂചനകളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ആകെ സന്തോഷത്തിൽ നിൽക്കുന്നു. ആ ടൈമിലാണ് ഈ ഒരു ശാലിനിയുടെ വീട്ടിലെ തൊട്ടിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ശാരികയുടെ കുഞ്ഞിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ കുഞ്ഞായിരിക്കും അവരുടെ കൈകളിലേക്ക് എത്തുന്നതൊക്കെ. അതിനുശേഷം ഇവിടെ വീട്ടിൽ ശിവനാണെങ്കിൽ ശാലിനിയെ കാണുന്നില്ലല്ലോ. ശിവനാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അന്നേരവും അവിടെ ശാരികയ്ക്ക് ശാലിനി ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കുടിക്കുകയാണ്. അന്നേരം മോളെ കാണണമെന്നുള്ള അതിൽ വിഷമത്തിൽ തന്നെയാണ് പിന്നെ ശാരിക ഇരിക്കുന്നത്. അന്നേരം രാവിലെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറയുമ്പോൾ രാവിലെ കൊണ്ടുവരുമെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഓപ്പറേഷൻ മുന്നേ കൊണ്ടുവരാം, ശാന്തേച്ചിയോട് പറയാം കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ശാരികയ്ക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട്. അതിന് ഹോസ്പിറ്റലിലേക്ക് ശിവൻ എത്തുകയാണ്. ശിവനാണെങ്കിൽ പറയുന്നുണ്ട്, ശാലിനി അവിടെ കണ്ടില്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ കാണുമെന്ന് കരുതി, എന്തെങ്കിലും ആവശ്യം കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പിന്നെ ശാലിനിയോട് പറയുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പുറത്ത് കാണുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ കാര്യമൊന്നും പേടിക്കേണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം ശിവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ ഒരു റിസപ്ഷൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ ശാലിനി എത്തുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അന്നേരം വേലായുധേട്ടനെ പിടിച്ചുകൊണ്ട് പോയി, ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ ഒരു ഗോപാലകൃഷ്ണൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ശിവൻ ഇന്ന് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞു, എവിടെ കിടക്കും എന്നിങ്ങനെ ശാലിനി ചോദിക്കുക. അന്നേരം റിസപ്ഷനിൽ ഏതെങ്കിലും ബെഞ്ചിൽ ഞാൻ കിടന്നോളാം, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുക. അന്നേരം ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അവർ ശാലിനിയെ കൂടുതൽ ഇങ്ങനെ കെയർ ചെയ്യുകയാണ് ശാലിനി. അന്നേരം എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ആ ഒരു കാര്യത്തിനാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഓർമ്മയിലുണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ട് ശിവനങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജീപ്പിൻ്റെ അടുത്ത് ഞാൻ വണ്ടിയിൽ കിടന്നോളാം അല്ലെങ്കിൽ എവിടെയും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജീപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശിവനെ
തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കൂടുതലിങ്ങനെ അടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ ശാലിനി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. വലിയ ഇതൊന്നുമല്ല, കൂടുതൽ സംഭാഷണങ്ങളോ കാര്യങ്ങളോ കഥയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ രാത്രിയും കുഞ്ഞിനെ ശാന്ത എങ്ങനെ കൊടുക്കുമെന്നുള്ളതും ശാരികയുടെ ഓപ്പറേഷന് തലേ ദിവസവും അത്രേ. പിന്നെ ആ ഒരു സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് അവരുടെ ആ ഒരു വീട്ടിലേക്ക് വരുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി കുഞ്ഞിന് രാത്രി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. രാജേന്ദ്രൻ വന്നിന് കൊണ്ടുപോകുമോ, പിറ്റേന്ന് ശാരീരിക ഓപ്പറേഷൻ നടക്കുമ്പോൾ കുഞ്ഞുണ്ടാകുമോ, കുഞ്ഞിനെ അവർക്ക് കിട്ടുമോ, എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.